ഹലോ, വെൽക്കം ടു ഈദൻസ് ലവ് ഷോ. ഇന്ന് കുവൈറ്റിലെ ഏറ്റവും വലിയ മ്യൂസിയം കോംപ്ലക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ പാർട്ട് 2 കാണണം. കുവൈറ്റിൽ പോകുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം കോംപ്ലക്സ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം കോംപ്ലക്സ് ആണ്. കുവൈറ്റിലാണ് ഇതുള്ളത്. അപ്പം ഇതെല്ലാം ഇവിടെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നിറയെ മരങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും പിന്നെ വെള്ളച്ചാട്ടവും അതെല്ലാം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി അങ്ങനെ തന്നെ ഇവിടെ എടുത്തു വെച്ചേക്കുകയാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതിൻ്റെ നമ്മളൊരു ഫോറസ്റ്റിലൂടെ എങ്ങനെയാണോ പോകുന്നത്, അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ മൃഗങ്ങളുടെയും കിളികളുടെയും എല്ലാം സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഫോൺ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കുള്ള ഫോറസ്റ്റിൻ്റെ അവിടുത്തെ മൃഗങ്ങളുടെ എല്ലാം സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. നേച്ചറിൻ്റെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് അക്വേറിയം ഉള്ള ലോകത്തേക്കാണ്. നിറയെ മീനുകളുടെ ഒരു സാമ്രാജ്യം. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കയറുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എവിടെ നോക്കിയാലും പല ഷേപ്പിൽ പല നിറങ്ങളിലുള്ള അക്വേറിയങ്ങൾ, അതിൽ ഒരുപാട് മീനുകൾ, പിന്നെ വലിയൊരു അക്വേറിയം. ആ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഈ മീനുകളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അതിൻ്റേതായ ആൾക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ഇറങ്ങി അതിനെ ഫീഡ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. നമ്മളിവിടെ കൊടുക്കുന്ന 2 യൂറോയ്ക്ക് വേർത്തായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അക്വേറിയത്തിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു സ്റ്റാർ ഫിഷിനെ ടച്ച് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അതിവിടെ വരുന്ന എല്ലാവർക്കും കിട്ടും. നമുക്കെല്ലാവർക്കും വന്ന് ആ സ്റ്റാർ ഫിഷിനെ ടച്ച് ചെയ്യാം. ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു അതിനെ തൊടാനായിട്ട്. കാരണം അതിനെ ആദ്യം തൊട്ടപ്പോൾ തന്നെ ഭയങ്കര നമുക്ക് സാധാരണ ഒരു മീനിനെ പിടിക്കുന്ന ഒരു ടെക്സ്ചർ ആയിരുന്നില്ല അതിന്. ഭയങ്കര ഹാർഡായിട്ട് ഒരു പാറക്കല്ലിലൊക്കെ ഉരയ്ക്കുന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് തിരിച്ചതിനെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പേടിച്ചാണ് ചെയ്തതെങ്കിലും പിന്നീട് നമുക്ക് അതിനോട് ഒരു ഇതൊക്കെ തോന്നി. അത് എന്ത് ചെയ്താലും അനങ്ങത്തില്ല. അപ്പോൾ നമുക്കതിനെ പിടിച്ച് നമുക്കതിനെ ടച്ച് ചെയ്തൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഭാഗ്യമൊക്കെ കിട്ടി. ഇത് നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിന് ചുറ്റുമുള്ള കമ്പ്യൂട്ടറിൽ നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് അറബിക് ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും നമുക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് സ്പേസിലാണ്.
നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസിൽ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സ്പേസിൻ്റെ ഉള്ളിൽ പോകുന്നൊരു ഫീലാണ് ഇത്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഒരു സ്പേസിൽ പോകുമ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, അത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പിന്നെ അവർ യൂസ് ചെയ്ത കമ്പ്യൂട്ടർ, പിന്നെ അവരുടെ ഡ്രസ്സുകൾ, അതിൻ്റെ എല്ലാം ഒരു ഡെമോ പോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ ഒരു സ്പേസിൽ കയറുന്ന ഒരു ഫീലാണ്. പിന്നെ നമുക്ക് വലിയ സ്ക്രീനുകൾ കാണാം. അതിനകത്തൂടെ നമുക്ക് ആകാശം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരുപാട് കബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സ്പേസിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇവരിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഞാനിവിടെ വന്നതിൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇത് റോബോട്ടുകളുടെ ഒരു ലോകമാണ്. ഇവിടെ ഒരുപാട് തരം റോബോട്ടുകൾ കാണാൻ സാധിക്കും. ഈ റോബോട്ടുകൾ സംസാരിക്കുന്നതും എല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ കണ്ട ആദ്യത്തെ ഒരു റോബോട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ പുറകിൽ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ഫ്ലൈറ്റ് മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഈ കാണുന്ന റോബോട്ടിനോട് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതെല്ലാം തിരിച്ചത് നമുക്ക് അതിൻ്റെ ആൻസർ തരും. പിന്നെ ഇതിൻ്റെ പുറകോട്ടെല്ലാം ഈ ഓട്ടോമൊബൈലിൻ്റെ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. പണ്ട് യൂസ് ചെയ്ത കാറുകളൊക്കെ നമുക്ക് ഇവിടെയാണ് വന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഓട്ടോമൊബൈൽ മ്യൂസിയം. ഇത് കാറുകളുടെ ഒരു സാമ്രാജ്യമാണ്. കാറ് മാത്രമല്ല കേട്ടോ, ഇവിടെ പലതരം സൈക്കിളുകളുണ്ട്. നമ്മൾ ആദ്യം ഇറങ്ങിയ സൈക്കിൾ തൊട്ടിട്ട് ഇപ്പോഴത്തെ പുതിയ വേർഷൻ വരെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വിൻറ്റേജ് കാറുകളുടെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ കാറിനോടും വണ്ടികളോടൊക്കെ ഒത്തിരി സ്നേഹമുള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കാറിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കിത് ക്ലിയർ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോ ഗിയർ, അതിനൊക്കെ ഇറങ്ങിയിട്ടുള്ള കാറുകൾ, അതിൻ്റെയൊക്കെ ഓരോ ബ്രാൻഡുകളൊക്കെയാണ്. നമുക്കിപ്പോൾ അറിയുന്നത് ടൊയോട്ട ഉള്ളത്. ടൊയോട്ട അടിച്ചു കൊടുക്കാം. 1997 to 2000. ഇതിപ്പം കാണിച്ചേക്കുന്നത് ടൊയോട്ടയുടെ ഒരു 6.1 മില്യൺ സെല്ല് ചെയ്ത് 1997 സെല്ല് ചെയ്തൊരു കാറാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒരു കാറിൻ്റെ പാർട്സ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു നൂലൊക്കെ കെട്ടി നമുക്കത് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. കാറിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തവർക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം വിവരമൊക്കെ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടത് കാറിനെ കുറിച്ചാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൈക്കിളിൻ്റെ ഒറിജിനെ കുറിച്ചാണ്. സൈക്കിൾ കൊടുത്തേക്കുന്നത് ബൈസൈക്കിൾസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ ഇവിടെ കണ്ട സ്ക്രീൻ പോലെ നമുക്ക് ഇംഗ്ലീഷും അറബിക്കും വരും. നമുക്ക് അതിനകത്ത് ഏത് സെലക്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കണമെങ്കിൽ ഇതിനകത്തൊന്ന് വായിച്ചെടുക്കാം.
നമ്മുടെ സ്വന്തം അംബാസഡർ കാറ് ഐവറി ഷെയ്ഡിലുള്ളത്. ഇത് ബോണറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം ഫിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. Yeah, can you show me more? I am curious what else you can show me. Hi, Alan. I am curious what else you can show me. I have not seen all objects yet. Can you show me more? Here. Do you have more objects to show me? Do you have I already saw this one. Okay. Then what is this? Oh, I see. Yeah, easy one. It is a frog. Wait, Frog, I can correct. tell you more. It is Okay. not just a frog. It is a bullfrog. There are lots of frogs, all slightly different, so it's hard for robots to quickly identify them. Not me, though. Okay. I've done that one. Can you show me another one? Yeah, sure.